ഒന്ന് പിടിച്ച വറുത്ത മീനൊക്കെ കഴിച്ചിട്ട് നല്ല ഫുൾ അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ ആ കാണുന്നുണ്ടോ നല്ല ഈ കുരുവികളെയൊക്കെ വെച്ച കൂടാണ് നമ്മളെ കുറേ ആൾക്കാർ ഇങ്ങനെ പശുവിനെയൊക്കെ ഇങ്ങനെ മേയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റേ എൻട്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദുർഘടമായ വഴികളേനു. നല്ല വലിയ മലയാണ് ഈ കൃഷ്ണഗിരി എന്ന് പറഞ്ഞാൽ തന്നെ അല്ലേ, മലകളാൽ ചുറ്റപ്പെട്ട നാട് എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് മേലോട്ടേക്ക് കയറാം. ഇത് മാത്രമല്ല കേട്ടോ, വേറെയും കുറേ ഇതുപോലത്തെ വിൽക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിപ്പം ഹോട്ടലിലേക്ക് അവരെ ഹോട്ടലുണ്ട്, അപ്പോൾ അവിടത്തേക്ക് 100 1 പീസ് അതുകൊണ്ട് ഒറ്റൊരു മീൻ നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്ത് കൊടുക്കാം. എല്ലാ ഏകദേശം സൈസെല്ലാം കറക്റ്റ് തന്നെയായിരിക്കും. ഇപ്പോൾ ഇതാ നമ്മളെ മീൻ കാണാൻ എന്ത് രസമല്ലേ, നമ്മളെ ഡാമിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഡാമിൽ നിന്ന് പിടിച്ച മീൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ലാസ്റ്റത്തെ നമ്മൾ ട്രിപ്പ് ഉണ്ടായിരുന്നു കൃഷ്ണഗിരിയിലേക്ക്. ജസ്റ്റ് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോയതായിരുന്നു. ഫാം വിസിറ്റ് കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച് പോയതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ആ കൃഷ്ണഗിരി ഡാമിലൊക്കെ പോയി അവിടുന്ന് നല്ല നല്ല വറുത്ത മീനില്ല, അവിടുന്ന് ആ ഡാമിൽ നിന്ന് പിടിച്ച വറുത്ത മീനൊക്കെ കഴിച്ചിട്ട് നല്ല ഫുൾ അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ചെറിയ രീതിയിൽ വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വഴി തെറ്റി ഏരിയയിലുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് ഫുള്ള് വീഡിയോ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇത് ഈ കാണുന്ന വീണ്ടും ഇതാ നമ്മൾ മുമ്പോട്ടേക്ക് അടുക്കുമ്പോൾ കാണുന്ന സ്ഥലമാണ്. നല്ല അടിപൊളി നെൽപ്പാടത്തിന് വേണ്ടി അവരൊക്കെ എന്താ പറയണ്ടേ എല്ലാം പാടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ കാണുന്ന ഏരിയയിലൊക്കെ കരിമ്പോ തീറ്റപ്പുല്ല് എന്തൊക്കെ കാണുന്നുണ്ട്. ഒക്കെ കുറച്ച് ദൂരോട്ടാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. ആ കാണുന്നുണ്ടോ നല്ല ഈ കുരുവികളെയൊക്കെ വെച്ച കൂടാണ്. നമ്മളെ ഡാമിൻ്റെ തൊട്ടടുത്ത ചെറിയൊരു തടാകം പോലെയുണ്ട്. അവിടെ ഇങ്ങനെ കുറേ കൂടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയാം. അത് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാം എവിടെയാണെന്ന് ഇതുവരെ ഐഡിയ കിട്ടിയില്ല. ഇന്നും 300 മീറ്റർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഇത് അവിടെ നിന്ന് കുറേ ആൾക്കാർ നമ്മളെ ഞാറ് പറിക്കുക നടുക എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും നമ്മളിങ്ങനെ ഡാമും തപ്പിയത് മുമ്പോട്ടേക്ക് നടക്കുമ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ പശുവിനെയൊക്കെ ഇങ്ങനെ മേയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്കിത് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? അത്യാവശ്യം നല്ല എല്ലാം നാടൻ പശുക്കളാണെന്ന് തോന്നുന്നു. HFൻ്റെ ഇതും കാണുന്നുണ്ട്. പിന്നെ കുറേ ജേഴ്സി ടൈപ്പും കാണുന്നുണ്ട്. ഇതൊക്കെ ഏത് പശുവാണെന്ന് എനിക്ക് വലിയ ധാരണയില്ല. അറിയുന്ന ആരും കൊണ്ടെങ്കിൽ കമൻ്റൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് എന്നും നമ്മളെ ഇത് കിട്ടിയില്ല, ഈ ഡാം എവിടെയാണുള്ളതെന്ന് ഇതുവരെ മനസ്സിലായില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വഴി തെറ്റി. അപ്പോൾ ഈ ആ ബൈക്ക് പോകുന്ന അണ്ണനോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെയല്ല ഡാമിൻ്റെ എൻട്രി വരുന്നത് അപ്പുറത്തെ സൈഡ്. ഞാൻ കാണിച്ചേരെ. നമ്മൾ എന്ന് വെച്ചാൽ ഗൂഗിൾ അമ്മച്ചീൻ്റെ വാക്കും കേട്ടിട്ട് നമ്മൾ എത്തിയിട്ട് അവസാനം നമ്മൾ പെരുവഴിയായി. ഞാൻ കാണിച്ചു തരാം. അങ്ങ് കാണുന്ന സ്ഥലം കണ്ടോ, അങ്ങ് ദൂരെ ആ ഏരിയയിലേക്കാണ് പോലും പോകേണ്ടത്. അപ്പോൾ ഓറ് പറഞ്ഞാൽ കുറച്ചുകൂടി മുമ്പോട്ടേക്ക് പോയിട്ട് മാറിപ്പോണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അവർ ചെയ്യുന്നത് വെച്ചാൽ കളപറിച്ച് കളയല്ല കേട്ടോ. കുറച്ച് അടുത്ത് പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഫുൾ അവരവിടെയുള്ള കളയൊക്കെ പറിച്ച് പുറത്തേക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്കെന്ന് വെച്ചാൽ നേരെ പോകേണ്ടത് നമ്മളെ ഡാമിൻ്റെ മറ്റേ എൻട്രിയിലേക്കാണ്. കാരണം നമുക്ക് ഏതായാലും വഴി തെറ്റിപ്പോയി. ഇനി മറ്റേ സ്ഥലത്തേക്കും ഒന്നുകൂടി പോകണം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ വഴി തെറ്റി വീണ്ടും ശരിയായ വഴിയിലേക്കുള്ള യാത്രയിലേക്കാണ്. ഇനിയിപ്പോൾ നമ്മൾ മറ്റേ എൻട്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ദുർഘടമായ വഴികളേനു. വേറെ ഓപ്ഷനൊന്നുമില്ല. ഡാം കാണാലോ എന്ന് ചോദിച്ചിട്ട് പോയതാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു നാടൻ ജീവിതവും പിന്നെ അവരെ ഗ്രാമീണ ശൈലി എന്നൊക്കെ പറയുന്നത് എങ്ങനെ വർണ്ണിക്കേണ്ടതെന്ന് എനിക്കും അറിയില്ല. നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. നമ്മൾ സാധാരണ വെച്ച് കഴിഞ്ഞാൽ ഈ ഡാമിൻ്റെ മേലെ പോയിട്ട് താഴത്തെ ഇങ്ങനെ കാണല്ലേ. പക്ഷെ ഇന്ന് വഴി തെറ്റിപ്പോയത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ആ ഡാമിൻ്റെ ആ താഴത്തെ ആൾക്കാരുടെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പണി എന്തൊക്കെയാണ് അവർ പണിയെടുക്കുന്നത്. പിന്നെ നല്ല നെൽപ്പാടം, പിന്നെ കുറച്ച് വാഴക്കൃഷി, അത് ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതുകൊണ്ട് ഭയങ്കര എന്താ പറയണ്ട, വഴി തെറ്റിയതിനെ കൊണ്ട് വേറെ നഷ്ടമൊന്നും ഉണ്ടായില്ല. ഏതെല്ലാം കുറച്ച് നല്ല അടിപൊളി സ്ഥലം കാണാൻ പറ്റിയല്ലോ, അതന്നെ ഒരാശ്വാസമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടി പോകാനുണ്ട്. നേരെ നമ്മളിതിന് പോയിട്ട് ഡാമിൽ നിന്ന് അവിടെ നല്ല മീനും ചോറും അന്നൊക്കെ ഫുഡെല്ലാം കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെല്ലാം വീഡിയോ കണ്ടാണ്, നമ്മളിതുവരെ പോയിട്ടൊന്നുമില്ല. ഏതായാലും ഒന്ന് പോയി നോക്കട്ടെ. എന്നിട്ട് ഇനിയിപ്പം എന്താ പറയണ്ടേ, വയറും കൂടിയൊന്ന് നിറയ്ക്കണം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ വഴി തെറ്റിയെടുക്കുന്ന വീണ്ടും നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു. നമ്മളിതാ നമ്മളെ ഡാമിൻ്റെ അടുത്തേക്ക് പോക്കാണ്. അപ്പോൾ വീണ്ടും ഒന്നും കൂടി ഗൂഗിളിൽ സെർച്ച് ചെയ്ത്, അപ്പോൾ നമ്മൾ KRP എന്തായിരുന്നു, KRP പാർക്കോ എന്തായിരുന്നു കൊടുത്തത്, KRP ഡാം പാർക്ക് അങ്ങനെ അടിച്ചു കൊടുത്തിട്ടാണ് നമുക്ക് സ്ഥലം കിട്ടിയത്. നമ്മൾ ആദ്യം KRP ഡാം എന്ന് കൊടുത്തിട്ടാണ് മറ്റേ സ്ഥലത്ത് പോയത്. അപ്പോൾ KRP ഡാം പാർക്ക് എന്ന് കൊടുത്തപ്പോൾ കറക്റ്റ് നമുക്ക് ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല മീൻ കിട്ടുമെന്ന് പറയുന്നുണ്ട്. കുറേ ഹോട്ടലൊക്കെ കാണുന്നുണ്ട്. എവിടെ നിന്നെങ്കിലും പറ്റുവാണെങ്കിൽ ഇവിടുത്തെ ഡാമൊന്ന് പിടിച്ചെടുത്ത് നല്ല ഫ്രഷ് മീനിനെ കൊണ്ടുള്ള നല്ല പൊരിച്ചതും
കറി അങ്ങനെ എന്തൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതൊന്ന് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെയൊക്കെ എല്ലാം റെഡിയായി വരുന്നുണ്ട്. സമയമാവുന്നല്ലേ ഉള്ളൂ. ഏകദേശം 11 മണിയാകുന്നത്രേ. രാവിലത്തെ കഴിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് ഡാമെന്ന് നോക്കാം നമുക്ക് എന്നാ കിട്ടുമെന്നുള്ളത്. അങ്ങനെ നമ്മൾ വഴി തെറ്റിയെടുക്കുന്ന അവസാനം ഇതാ നമ്മളെ KRP ഡാമിൻ്റെ അടുത്തേക്ക് എത്തി. ഇതാണ് ആ പാർക്ക് വരുന്നത് കേട്ടോ. ആ നേരെ പോയി കഴിഞ്ഞാൽ പാർക്കാണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യമായിട്ട് പോകുന്നുണ്ട്. പാർക്കിംഗ് ഏടിയാന്ന് വലിയ ഐഡിയ ഇല്ല. പിന്നെ വലിയ തിരക്കൊന്നുമില്ലേനും. അപ്പോൾ വണ്ടി നൈസായിട്ട് അവിടെ റോഡ് സൈഡിൽ തന്നെ ഒതുക്കി. ഞാൻ പറഞ്ഞില്ല വലിയ തിരക്കൊന്നുമില്ല. പിന്നെ പാസ് എടുത്ത് അകത്തേക്ക് കയറി. ആ ടിക്കറ്റിന് എത്രയാണ്? ഒരാൾക്ക് 5 റുപ്യാണ്, രണ്ടാൾക്ക് കൂടി 10 റുപ്യുള്ളൂ. വലിയ എക്സ്പെൻസ് ഒന്നുമില്ല. സിമ്പിളായിട്ട് 10 റുപ്യക്ക് പരിപാടി ചെയ്യും. പിന്നെ ഇതാ ഈ കാണുന്ന നമ്മളെ പാർക്കിൻ്റെ ഉള്ളിൽ കാഴ്ചകൾ കേട്ടോ. അത്യാവശ്യം ഫാമിലി ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ നല്ല പറ്റിയ സ്ഥലമാണ്. ഇതിനായിട്ട് മാത്രം വരുമ്പോൾ പറയുകയാണെങ്കിൽ എന്താ പറയണ്ടേ, വലിയൊരു സംഭവമായിട്ട് തോന്നൂല. ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വരുമ്പം ഇവിടെ ഒന്ന് കയറാമെന്ന് മാത്രം. അല്ലാണ്ട് നമ്മൾ ഈ പാർക്ക് കാണാൻ വേണ്ടി മാത്രം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമായി പോകും. പിന്നെ ഇത് ആ മേലെ കാണുന്ന ഏരിയ ആണ്, അവിടെയാണ് നമ്മൾ ഡാം വരുന്നത്. അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട് അവർ. പിന്നെ ഇതാ ഈ കാണുന്ന ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല മലയുടെ ഏരിയ. അങ്ങ് ബാക്കോട്ടിങ്ങൊക്കെ കാണുന്നില്ലേ, നല്ല വലിയ മലയാണ് ഈ കൃഷ്ണഗിരി എന്ന് പറഞ്ഞാൽ തന്നെ അല്ലേ, മലകളാൽ ചുറ്റപ്പെട്ട നാട് എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ അവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇനി ഇതിൻ്റെ മേലോട്ടേക്ക് കയറണം. അതൊരു 1.5 കയറ്റാന്ന് കേട്ടോ. നമ്മൾ ഇവിടെ എത്തിയ സമയം ഏകദേശം ഒരു 11 മണിയേനുവേ. അപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്, നല്ല വെയിലൊക്കെ അടിച്ചിട്ട് ആകെ പണി കിട്ടും എന്നുള്ളത്. പക്ഷേ ഭാഗ്യത്തിന് മഴക്കാറുണ്ടേനും, അവിടെ നല്ല തണുത്ത കാലാവസ്ഥേനും, അതുകൊണ്ട് നല്ല വൈബ് മൂടുവേനും. ഈ കാണുന്ന ചെറിയ സൈഡിൽ കൂടി വഴിയുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് മേലോട്ടേക്ക് കയറാം. ഇത് മാത്രമല്ല കേട്ടോ, വേറെയും കുറേ ഇതുപോലത്തെ നമുക്ക് മേലോട്ടേക്ക് കയറാനുള്ള വഴികളുണ്ട്. അപ്പോൾ നമ്മൾ ആ സെൻറ്ററിലേക്ക് കൂടി ഇങ്ങനെ അടുത്ത കാഴ്ചകളൊക്കെ കണ്ട് ഈ വഴി കൂടെ നേരെ കയറി. ഇതാ കാണുന്ന സൈഡിലൊക്കെ വഴികളുണ്ട്. എനിക്കൊന്ന് 3-4 വഴികളൊക്കെ ഉണ്ട് ഇതുപോലെ മേലോട്ടേക്ക് സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ ആ ഫസ്റ്റ് അവിടുത്തെ കാഴ്ച എങ്ങനെയായിരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. നമുക്കിപ്പോൾ കാണാൻ പറ്റും എങ്ങനെയാണ് അവിടെ മേലെ ഇരിക്കുന്നതെന്നുള്ളത്. പിന്നെ ഇവിടെ എനിക്കൊന്ന് ടാർ ചെയ്ത പോലത്തെ ചെറിയൊരു റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവഴി വണ്ടി എങ്ങനെയാണ്, അവരെ വണ്ടിയായിരിക്കും പോകുക. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യും. പിന്നെ റോഡ് പോലെ സ്ട്രെയിറ്റ് അങ്ങോട്ട് അവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ഗേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ വണ്ടിയൊക്കെ ചിലപ്പോൾ ഇതുവഴി പാസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതാണ് നമ്മളെ ഡാം, കറക്റ്റ് ഡാമിൻ്റെ ലൊക്കേഷൻ വരുന്നത്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന അതിൻ്റെ അക്കരൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നായിരുന്നു നമ്മൾ ഈ ഒരു ചെറിയൊരു റോഡ് പോലെ, പക്ഷേ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഈ ചെറിയൊരു ബ്രിഡ്ജ് പോലത്തെ ഒരു ഇത് അങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ഓക്കെ, ഏതായാലും നല്ല കാഴ്ച തന്നെയാണ്. ഒന്നും ഞാൻ പറഞ്ഞല്ലോ, തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് വലിയ എന്താ പറയണ്ട ബോറടി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോകുന്നത് അവിടെ ചെറിയൊരു സെറ്റപ്പിൽ മാനിനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മാനില്ലേ, അപ്പോൾ അതിനൊന്ന് കാണാൻ വേണ്ടി പോകണം. അധികമൊന്നുമില്ല, വരുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും. അധികമൊന്നുമില്ല, നമ്മൾ എൻട്രൻസ് പറഞ്ഞില്ല അവിടെ തന്നെയാണ്. അവിടുന്ന് ലെഫ്റ്റ് സൈഡ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അവിടുന്ന് ഡയറക്റ്റ് നമുക്ക് കയറാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പാസ്സൊക്കെ എടുത്തിട്ട് ഡയറക്റ്റ് അങ്ങോട്ടേക്ക് പോവാം. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അങ്ങോട്ടേക്ക് പോകാമെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ആ ഏരിയയിലേക്ക് മാനിനെ വളർത്തുന്ന ഏരിയയിലേക്കാണ് പോകുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു 5-10 ഉണ്ടെന്ന് തോന്നുന്നു, കാരണം വലിയ കൂട്ടം പോലെയൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മളെ മാനിൻ്റെ കൂട് കേട്ടോ. അപ്പോൾ അവർ ഇവിടെ ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞില്ല മാനിനെ ഇവിടെ വളർത്തുന്നുണ്ടെന്ന്. അപ്പോൾ കുറച്ച് മാനുകളൊക്കെ അവിടെ കാണാൻ പറ്റും. ഒരു പച്ചപ്പൊന്നും ഇല്ലാന്നുണ്ടായിരിക്കും ഒരു കാണാൻ അത്ര ഒരു ബർക്കത്തില്ലാത്ത. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഡാമിൻ്റെ പരിപാടി ഫുള്ള് കഴിഞ്ഞ് അവിടുത്തെ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ മെയിനായിട്ട് കൃഷിയുടെയും കാര്യങ്ങളൊക്കെ തപ്പി വന്നതായിരുന്നു. അപ്പോൾ അത് കുറച്ച് കണ്ടു, പക്ഷേ എന്നാലും വിചാരിച്ച അത്രയൊന്നും ആയില്ല. അങ്ങനെ നമ്മളിതിൻ്റെ ഇപ്പോൾ നേരെ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. നമ്മളെ ഗേറ്റാണിത്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇറങ്ങിയിട്ട് നേരെ മീൻ കഴിക്കാൻ പോകണം. അതാണ് നമ്മളിവിടെ വന്നതിൻ്റെ മെയിനായിട്ടൊരു കാര്യം. പല എന്നോട് ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട് അവിടെ ഡാമിൽ നിന്ന് കിട്ടുന്ന മീനുണ്ടല്ലോ 1.5 ടേസ്റ്റാണെന്ന്. അപ്പോൾ നമ്മൾ ആ വരുന്ന വഴിക്ക് പുറത്തിറങ്ങിയ വഴിക്ക് അവിടെ കുറച്ച് പേര് അവിടുന്ന് പിടിച്ചു കൊണ്ടുവന്ന മീനില്ലേ അത് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്താ പറയണ്ടേ അവിടുന്ന് വിൽക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിപ്പം ഹോട്ടലിലേക്ക് ഹോട്ടലുണ്ട്, അപ്പോൾ അവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർ ഇവിടുന്ന് ക്ലീൻ ചെയ്തിട്ട് ഇവിടുന്ന് ഡയറക്റ്റ് വണ്ടിക്ക് എടുക്കുക. അവർ കിലോയ്ക്ക് 100 രൂപ പറഞ്ഞു കേട്ടോ, 1 കിലോയ്ക്ക് 100 രൂപ. പിന്നെ ബാക്കി വണ്ടിക്ക് നമുക്ക് കഴിക്കണമെങ്കിൽ അവിടെ ഹോട്ടലിൽ പോയിട്ട് കഴിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ കുറച്ചപ്പുറം ഹോട്ടലുണ്ട്. പിന്നെ ഈ ഒരു ചേട്ടൻ ഇവിടുന്ന് ഡയറക്റ്റ് അവിടെ നിന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയും ചെയ്യുന്നത്. നമ്മളെല്ലാം ഡാമിൽ നിന്ന് പിടിച്ചെടുത്ത് മീൻ ഡാമിലെ വെള്ളത്തിൽ കഴുകി വൃത്തിയായിട്ട് ഡാമിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. വായി തന്നെ വെള്ളം വരുന്നത്. ഇനിയിപ്പോൾ നമ്മളിതാ അടുത്തൊരു ഹോട്ടലിൽ തപ്പി ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ വരുന്ന വഴിക്കൊരു സ്പോട്ട് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം അവിടെ തന്നെ പോകാനും നോക്കുന്നത്. ഒരു പാർക്കിംഗ് ഇഷ്ടംപോലെ, പിന്നെ പാർക്കിങ്ങിൻ്റെ വേറെ പ്രശ്നം കാര്യമൊന്നുമില്ല, കണ്ടവനും സ്ഥലമുണ്ട്. അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ പോയിട്ട് നല്ല മീൻ, കാരണം ഞാൻ മാത്രമേ കഴിക്കൂ.
വൈഫ് ഏതായാലും കഴിക്കൂല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു മീൻ എടുത്തവർ വന്നിട്ട് എല്ലാവരും ഇത്രയും പറഞ്ഞില്ല, മീൻ ടേസ്റ്റ് ചെയ്യാണ്ട് പോകുന്ന ശരിയില്ലല്ലോ. അങ്ങനെ വണ്ടിയും പാർക്ക് ചെയ്തിട്ട് നമ്മളിത് ഹോട്ടലിൻ്റെ അടുത്തേക്ക് നടക്കലിന്. അപ്പോൾ ഒരു ചെറിയൊരു പട്ടി, ചെറുതൊന്നല്ല വലുതാണ്, അപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ഒരു പരിചയമുള്ള പോലെ ഇങ്ങനെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനും ജസ്റ്റ് ടാറ്റ ഹായും പറഞ്ഞിട്ട് നമ്മളിതാ നേരെ ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ അവിടെ ഫുഡൊക്കെ ഇങ്ങനെ റെഡി ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ നേരെ അവിടെ എത്തി. ഇത് ഫുള്ളാ? ഫുള്ള് ഒരു പീസ് വരും? ഇത് 100 rupees. 100 വൺ പീസ്? ഇത് 300 ഒന്ന് അത് മൊത്തം കൊടുക്ക ഒന്ന് പോകും. കാരം പൊടിക്ക. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള മീൻ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത് ഒറ്റൊന്ന് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ, കാരണം ഞാൻ ഒറ്റയ്ക്ക് തിന്നാനുള്ളൂ. അതുകൊണ്ട് ഒറ്റൊരു മീൻ നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ ഏകദേശം സൈസെല്ലാം കറക്റ്റ് തന്നെ ആയിരിക്കും, പിന്നെ അതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരെന്നെ ഒന്ന് സെലക്ട് ചെയ്ത് എന്നിട്ട് അതാ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളാന്ന് തോന്നുന്നു ഫസ്റ്റ് കസ്റ്റമർ. അപ്പോൾ നല്ല എരിവ് കൂട്ടിയിട്ട് എടുക്കാൻ പറഞ്ഞ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ചേട്ടൻ സാധനം കൊണ്ട് വന്നു. അപ്പോൾ ഇതാ നമ്മളെ മീൻ കാണാൻ തന്നെ എന്ത് രസമല്ലേ, നമ്മളെ ഡാമിൻ്റെ മുമ്പിലിരുന്നിട്ട് ഡാമിൽ നിന്ന് പിടിച്ച മീൻ. ആഹാ, ഇനി ഒന്ന് കഴിച്ചു നോക്കട്ടെ. കാണുമ്പോൾ തന്നെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന്. അത് ഒന്നാമത് വേറെ പ്രശ്നം, നമ്മൾ ഈ പുഴമീൻ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഒരു ടേസ്റ്റ് പിടിക്കില്ല. കടൽ മത്സ്യം കഴിക്കുന്നവർക്ക് ഇത് വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നൂല. അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം കഴിഞ്ഞു, നമ്മളെ ഡാമിൽ നിന്നുള്ള മത്സ്യം കഴിക്കാന്നുള്ളത്. അപ്പോൾ ഇനി നേരെ വൈഫിന് ഇതാ ഫുഡ് വാങ്ങിക്കൊടുക്കണം. അതിൻ്റെ കൂടുതൽ ഞാൻ ഒന്നും കൂടി കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇതാ നമ്മൾ കൃഷ്ണഗിരി ടൗണിൻ്റെ അവിടെ തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിർത്തി ഒരു ഊണാണ് പറഞ്ഞത്. അവർ തന്നെ സ്റ്റൈലിലൊരു ഊണ്, കുറച്ച് തോരനും പിന്നെ പായസം, പിന്നെ ചെട്ടിനാട് ചിക്കനാണ് കേട്ടോ അത് പിന്നെ വറവ് കാര്യങ്ങൾ, പിന്നെ സാമ്പാർ പപ്പടം എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചു, എല്ലാം ഓക്കെയാണ്. അങ്ങനെ ആ ഒരു ട്രിപ്പ് നമ്മൾ ഫുള്ള് തരക്കേടില്ല രീതിയിൽ എൻജോയ് ചെയ്തു. നമ്മൾ വിചാരിച്ച കാര്യം ഫുള്ള് നടന്നിട്ടില്ല, എന്നാലും ഇനി ഒന്നും കൂടി വരാണ്ട്. കാരണം നമ്മൾ കൃഷിയിടം നോക്കിയിട്ടായിരുന്നു വന്നത്, പക്ഷേ ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയില്ല. ഇനി വരും ദിവസങ്ങൾ നമ്മൾ പരമാവധി കൃഷിൻ്റെ വീഡിയോസും വ്ളോഗ്സും കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.